തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലയ്ക്കൽ പമ്പിൽ ഇന്ധനമില്ല. തീർത്ഥാടകർ ദുരിതത്തിലാണ്. നിലയ്ക്കൽ പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിക്കാൻ വന്നപ്പോൾ പെട്രോളില്ല. 2 ദിവസമായിട്ട് പെട്രോൾ തീർന്നിരിക്കുക. പമ്പയിലും സമാനമായ രീതിയിൽ ഇന്നാണെങ്കിൽ ആറാട്ട് നടക്കുന്ന ദിവസമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ അവിടുന്ന് ഇവിടുന്നെല്ലാം അയ്യപ്പനെ കാണാനായിട്ട് പമ്പയ്ക്ക് വരുന്നത്. അവരൊക്കെ പെട്രോളിൻ്റെ ഇവിടെ 2 പെട്രോൾ പമ്പ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഇന്ന് വഴി കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇത് എന്തോ മാനേജ്മെൻറ്റാണ് ഈ ദേവസ്വം ബോർഡ് നടത്തുന്നത്. ശ്രീ കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭി, ഇത് ആദ്യത്തെ തവണയല്ല ഈ പമ്പിൽ ഇങ്ങനെ ഇന്ധനം തീർന്ന അല്ലെങ്കിൽ ഇല്ല എന്നുള്ള വാർത്ത വരുന്നത്. എന്താണ് കാരണം? ശബരിമല പാതയിൽ പത്തനംതിട്ടയിൽ പെരുന്നാട് മേഖല പിന്നിട്ടാൽ ശബരിമല തീർത്ഥാടകർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള പമ്പ് എന്നുള്ളത് നിലയ്ക്കൽ ആണ്. ഒപ്പം തന്നെ അത് കഴിഞ്ഞാൽ പിന്നീട് ഏറെക്കുറെ 15 കിലോമീറ്റർ പിന്നിട്ട് പമ്പയിലാണ് ഉള്ളത്. നിലയ്ക്കൽ പമ്പിൽ കഴിഞ്ഞ 2 ദിവസമായി പമ്പിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെട്ട സ്ഥിതിയാണുള്ളത്. മുൻപൊരു ജീവനക്കാരനെ പണാപഹരണം ആരോപിച്ച് പുറത്താക്കിയതിന് ശേഷം താൽക്കാലിക ജീവനക്കാരാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ധനം എത്തിച്ച് അത് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. നിലയ്ക്കലിലെയും അതോടൊപ്പം തന്നെ പമ്പയിലെയും പമ്പുകളുടെ പൂർണ്ണ നിയന്ത്രണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തയ്യാറാക്കി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. ചുരുക്കത്തിൽ നിലയ്ക്കൽ സമീപം എത്തുന്ന ഏതെങ്കിലും തീർത്ഥാടക വാഹനങ്ങളുടെ ഇന്ധനം തീർന്നാൽ അത് വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. മറ്റ് വാഹനങ്ങളെ ഏതെങ്കിലും ആശ്രയിച്ച് പമ്പയിൽ പോയി വാഹനത്തിൽ പെട്രോൾ ശേഖരിച്ചുകൊണ്ട് വന്ന് ഒഴിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും വേഗത്തിലുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് ശബരിമല ഉത്സവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് പമ്പയിൽ ആറാട്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം 100 കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്നെയാണ്. എന്നാൽ ഈ വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണത്തിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു. അദ്ദേഹത്തെ ഫോണിൽ ലഭ്യമായിട്ടില്ല. ശരി.